എന്തെന്ന് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. നിങ്ങൾ ഏത് പള്ളിക്കുന്ന കൂടിയത്? ഞാൻ സ്കൂൾ പഠിക്കത്തെ മാലില്ലേ. ആ അവിടെ കുഴപ്പമില്ല. എന്താ സഭ പ്രശ്നം? ചെങ്ങന്മാരൊക്കെ ആദ്യം ഒതുമുറിഞ്ഞില്ലേ? 100 ആൾക്കാരെ നിസ്കാര പാത്രമായത് ഒതുമുറി. ആ അതും മൈക്കില് അതല്ലോ. എന്ത് പരിപാടികള് കാട്ടിയായി കുറച്ചേരം കുടിച്ചെടുത്തേ കൂടായിരുന്നില്ലേ? ഉസ്താദേ, ആകെ കിട്ടുന്ന ഒരു ജുമ്മയാണ്, അതും നിങ്ങൾ ഇല്ലാതാക്കിയാലോ? ആ ഉസ്താദ് നിക്ക്. എന്ത് പരിപാടി ചെയ്ത്? ഒതുവാണ് പോയില്ലേ? ആ സേ ഉള്ളത് മുറിയണല്ലേ, എല്ലാവർക്കും ഉണ്ടാവണല്ലേ. പടച്ചം പുറത്തോളൂ സാറെല്ലാം. അസ്സലാമു പ്രിയപ്പെട്ടവരെ, ഞാൻ ഷാഫ്ദൊക്കെ. ഈ വീഡിയോ ഒരുവിധം ആളുകൾ കണ്ടു കാണുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീണ്ടും നിങ്ങൾ എല്ലാവരെയും ഇത് കാണിക്കുക, നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല എന്റെ ലക്ഷ്യം. പരിശുദ്ധ ദീനിന്റെ ഏറ്റവും വലിയ ഒരു ആരാധനമുറ, അവനെ പടച്ച രക്ഷിതാവായ റബ്ബിന് അർപ്പിക്കുന്ന അവന്റെ ആരാധന കർമ്മം, അതിനെ അവഹേളിക്കുന്ന ഒരു വീഡിയോ ആണ് ഇവര് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. എന്റെ വീഡിയോ കാണുന്ന ചില ആളുകൾ മനസ്സിലാക്കാം, നിങ്ങൾ അതൊരു തമാശ രീതിയിൽ എടുത്താൽ പോരെ എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ആ വഴിയിലൂടെ ചിന്തിക്കാം. പക്ഷെ എനിക്കത് അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി കഴിയില്ല പ്രിയപ്പെട്ടവരെ. വളരെ വേദന തോന്നി. എന്തുകൊണ്ടാണെന്നറിയോ? ഇവര് ആ പറയപ്പെടുന്ന വിഷയം നിങ്ങൾ ശരിക്കും കേട്ടിട്ടുണ്ടാവും. ഒതുമുറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരല്ലാത്തവരും ഒരു പക്ഷെ എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, കീഴ്വായി പോവുക അല്ലെങ്കിൽ മറ്റ് അങ്ങനെ അത്യാധിക കാര്യങ്ങളാണ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒതു മുറിഞ്ഞു എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഇന്ന് വരെ നമ്മൾ ഒരുപാട് നിസ്കാരങ്ങളിൽ പങ്കെടുത്ത ഇമാമുമാർക്ക് അത്തരത്തിലുള്ള ഒരു അബദ്ധമോ പ്രയാസമോ ഉണ്ടായിട്ടില്ല, ഉണ്ടാവാതിരിക്കട്ടെ. ഇമാമുമാർക്ക് സംഭവിക്കാറുള്ളത് ഖുർആൻ ഓതുന്ന സമയത്ത് വല്ല മറവിയോ മറ്റെന്തെങ്കിലും ശബ്ദ തടസ്സമോ മറ്റ് ഏതെങ്കിലും മരണ ആസന്നമായ സംഭവങ്ങളോ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒക്കെ മറ്റ് സംഭവിക്കുന്ന സമയത്ത് പോലും തൊട്ടടുത്തുള്ള ബേക്കിൽ നിൽക്കുന്ന മാമുമികളിൽപ്പെട്ട ഒരാള് കയറി നിൽക്കുക, നമസ്കാരം നിർവഹിക്കും എന്നുള്ളതാണ് ഇവര് പ്രചരിപ്പിക്കുന്നതെന്ന് നോക്കൂ. ഇമാമിന്റെ ഒതുവും മുറിഞ്ഞു, അതുകൊണ്ട് അവിടെയുള്ള എല്ലാ ആളുകളുടെയും നിസ്കാരം ബാത്തിലായി എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെയാണോ ഇസ്ലാം അങ്ങനെയാണോ പറയുന്നത്? അടുത്തൊരാൾ നിന്ന് കഴിഞ്ഞാൽ ആ നിസ്കാരം അവര് നിർവഹിക്കും. ഇനി ആ ഇമാമിന് അത്തരത്തിൽ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ. പക്ഷെ ഇവര് പച്ചക്കള്ളം സമൂഹത്തില് പരിഹാസ്യ കഥാപാത്രങ്ങളായി അവതരിപ്പിക്കുന്നു എന്നുള്ള ഖേദകരമായ ഒരു സംഭവമാണ്. എന്തിന് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് കൊടുക്കണം? നിങ്ങൾക്ക് എന്തെല്ലാം വിഷയങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്, അതിനെല്ലാം ആസ്പദമാക്കി അതൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ചെയ്തൂടെ? ഞാൻ എന്നെ അതിശയിപ്പിച്ചത് അതിൽ പ്രായം ചെന്ന കാക്കാരടക്കം ആ വിഷയത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ആ വീഡിയോനകത്ത് ചില രംഗങ്ങളിൽ പ്രായം ചെന്ന ആളുകൾ സംസാരിക്കുന്നു. ഇവരത് മനസ്സിലാക്കേണ്ടത്, ഇത് മറ്റുള്ള ആളുകൾ ഇതര മതത്തിൽപ്പെട്ടവരും മതമില്ലാത്തവരും നിരീശ്വരവാദി യുക്തിവാദിക്കത് കാണുന്നു. പരിഹസിക്കുന്നത് ആരാണ്? ഫാറൂഖ്, മുഹമ്മദ്, അഷറഫ്, ഇങ്ങനെ പറഞ്ഞ അവരുടെ പേരുകളൊന്നും നമുക്കറിയില്ല. എന്നാൽ പോലും നമ്മളെ ഉമ്മത്തിൽപ്പെട്ട കുട്ടികളാ. പക്ഷേ അവർ പുറത്തു കൊടുക്കട്ടെ എന്നായി നമുക്ക് പറയാനുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇത് തമാശയൊക്കെ ഒരു പരിധിയുണ്ട്. ഇത് മതത്തെ വെച്ചുള്ള കളിയാണ്, ആശയമാണ്. അവനെ സൃഷ്ടിച്ചിട്ടുള്ള പടച്ച തമ്പുരാന് ഏറ്റവും കൂടുതൽ പരിശുദ്ധിയോടുകൂടി ചെയ്യുന്ന ഒരു ആരാധന മുറയെ ഇത്രമാത്രം അവഹേളന രീതിയിൽ പരിഹാസ്യ കഥാപാത്രങ്ങളായി സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന്റെ അവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്താണ്? എന്തെങ്കിലും ഇതുപോലെയുള്ള വീഡിയോസ് ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ജനങ്ങളിലേക്ക് എത്തി കുറച്ച് ആളുകൾ ചിരിക്കണം എന്നുള്ള ബോധം, ബുദ്ധിയും വിവേകം നഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനും എന്താവില്ല ഈ വീഡിയോ കണ്ട് ചിരിക്കാൻ വേണ്ടിയിട്ട് പോകില്ല. അല്ലാത്ത ചില ആളുകൾ ഉണ്ടാവാം, അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ഏതായാലും വളരെ കടന്ന കൈയായി പോയി. ഇത് ആവർത്തിക്കുന്നത് നിങ്ങൾക്ക് നല്ലതല്ല. എന്താണോ നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ? എത്രയോ ഇടങ്ങളിലാണ് ഈ വീഡിയോസ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്ത് നേടി ഇതിൽ നിന്ന്? ഒരു വേള നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് മനസ്സിലാക്കുക, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ ആ അഭിനയിച്ച ആ വീഡിയോ ദീനിനെ കളിയാക്കലാണ്. ആ ദീനിൽ വിശ്വസിക്കുന്ന മനുഷ്യര് പടച്ച തമ്പുരാന് അർപ്പിക്കുന്ന ആരാധനയെ നമ്മൾ അവഹേളിച്ചതാണ്. നിങ്ങൾ പറയുന്നത് പ്രകാരമല്ല. ഒരു ഇമാമിന് അത്തരത്തിൽ നിങ്ങൾ ആ വളിച്ച വാദം ഉണ്ട് എങ്കിൽ പോലും തൊട്ടടുത്തുള്ള മൗമുമായിട്ട് നിൽക്കുന്ന മൗമീങ്ങൾ അതിലൊരാള് കയറി നിൽക്കുകയും ആ നിസ്കാരം നിർവഹിക്കുന്ന ഒരു സാഹചര്യം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ പഠിച്ച ആളുകളാണ് നിങ്ങൾ എങ്കിൽ ഒരിക്കലും ഇത്തരത്തിൽ ഒരു അവഹേളന പരിഹാസ കഥാപാത്രങ്ങളായി വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. ലജ്ജാകരം എന്നേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. പ്രയാസം കൊണ്ട് പറഞ്ഞു പോകണം. നിങ്ങൾ ഇനിയെങ്കിലും ഒരു വേള മനസ്സിലാക്കുക, നമ്മൾ ഈ ചെയ്യുന്നത് ഇതിൽ കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഒരു തരുമ്പെങ്കിലും സന്ദേശം ഉണ്ടാവണം സമൂഹത്തിന്, സമുദായത്തിന്. എന്താണ് നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അതിന്റെ ക്വാളിറ്റി എന്താണ്? ആ വീഡിയോയിലൂടെ നമ്മൾ പുറത്തേക്ക് കൊടുത്തത് എന്തും എങ്ങനെയും ആവാം എന്നുള്ളത് അത്തരക്കാർക്കല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ അത്തരക്കാർ ആണ് എന്നുള്ളത് നിങ്ങൾ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഷ്ടം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾ ആ ശബ്ദ സാന്നിധ്യങ്ങളും ഒക്കെ തെളിയിച്ചുകൊണ്ട് ആ വിഷയം ഇങ്ങനെ വീഡിയോ ചെയ്തത് എത്ര ആരോസപ്പെടുത്തുന്നുണ്ട് അറിയോ? മനുഷ്യർക്ക് നല്ല വിശ്വാസികളായിട്ടുള്ള ഹൃദയശുദ്ധിയുള്ള ഒരുപാട് മനുഷ്യർ കാണാനിട വരും. തട്ടിമാറ്റി കളയലല്ല. നിങ്ങൾ അത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കണ്ടുപോകും. ഫാമിലി ഗ്രൂപ്പുകളിൽ അല്ലാത്തവിടുന്ന് മറ്റ് പല സ്ഥലങ്ങളിലും നിങ്ങൾ വീഡിയോസ് ഇങ്ങനെ കൊണ്ടുവന്നിടും. അപ്പൊ ആളുകൾ ഒരു പക്ഷേ ഇത് പെടുന്നതിനെ കാണുന്ന സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചോ എന്ന് പറഞ്ഞ് ചിരിക്കുന്ന ഒരവസ്ഥ. ശരിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിലപ്പുറമുള്ള 99% വിശ്വാസികൾക്ക് വേദന ഉണ്ടാക്കുന്ന അവസ്ഥയിലാണ് നിങ്ങൾ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. പടച്ചോ നിങ്ങൾക്ക് പുറത്ത് രക്ഷയെന്നാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. പക്ഷെ നിങ്ങൾ ഒരു വേള ഇതേക്കുറിച്ച് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഒരു സംശയം വേണ്ട.